എല്ലാവർക്കും നമസ്കാരം. കേരള സർവകലാശാല മലയാളം വിഭാഗം ലൈബ്രറിയിൽ നിന്നും ഞാൻ വായിച്ച ഒരു പുസ്തകമാണ് നിങ്ങൾക്ക് ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത്. 1960-കൾക്ക് മുമ്പ് രചിക്കപ്പെട്ട പുസ്തകങ്ങളെയാണ് ആർക്കൈവ്സ് പുസ്തകങ്ങൾ എന്ന് പറയുന്നത്. അതിൽ നിന്നും ഒരു പുസ്തകമാണ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത്. ആയിരത്തി 1952 കുറുവൻതോടി ശങ്കരൻ എഴുത്തച്ഛൻ രചിച്ച സാഹിത്യ ദീപിക എന്ന പുസ്തകം. ഇതിൻ്റെ 2ാം പതിപ്പാണ് എനിക്ക് ലഭിച്ചത്. KR ബ്രദേഴ്സ് പ്രിന്റിംഗ് വർക്ക്സ് കാലിക്കട്ടാണ് ഇത് പബ്ലിഷ് ചെയ്തിരിക്കുന്നത്. ഇതിലാകെ 5 അധ്യായങ്ങളാണ് ഉള്ളത്. ആദ്യത്തേത് സാഹിത്യത്തിൻ്റെ ലക്ഷ്യം, രണ്ടാമത്തേത് സർ മുഹമ്മദ് ഇക്ബാൽ, മൂന്നാമത്തേത് സുവർണമേഖല, 4 JD സണ്ടർലാൻഡ്, 5 വള്ളത്തോൾ സാഹിത്യത്തിലെ ശിശുക്കൾ. ആദ്യത്തെ അധ്യായത്തിൽ സാഹിത്യത്തിൻ്റെ ലക്ഷ്യത്തെക്കുറിച്ചാണ് പറയുന്നത്. സാഹിത്യത്തിന് സമാനാർത്ഥമായി ഇംഗ്ലീഷിൽ ഉപയോഗിച്ചു വരുന്നത് ലിറ്ററേച്ചർ എന്ന പദമാണെങ്കിലും അതിന് ഇംഗ്ലീഷിൽ കുറെ കൂടെ വിപുലമായ അർത്ഥമുണ്ട് എന്ന് അതിൽ പ്രതിപാദിക്കുന്നു. അതോടൊപ്പം തന്നെ ശാസ്ത്രം സത്യത്തിൻ്റെ സന്താനമാണെങ്കിൽ സാഹിത്യം ഭാവനയുടെ സന്താനമാണെന്നും പറയുന്നു. അതോടൊപ്പം തന്നെ എഴുത്തുകാരൻ അതിൽ കുറിക്കുന്ന 2 വരികളുണ്ട്. ശാസ്ത്രക്കാരൻ്റെ മാർഗം കേവലം നഗ്നമായിട്ടുള്ളതാണെങ്കിൽ സാഹിത്യകാരൻ്റെ മാർഗം ഭാവനയുടെ പരമാവധി വിധിച്ചിട്ടുള്ളതാണ്. കവിയുടെ ലക്ഷ്യം ഹൃദയമാണെങ്കിൽ ശാസ്ത്രത്തിൻ്റെ ലക്ഷ്യം ബുദ്ധിയാണ്. കവി ഭാവത്തിലും ഭാവനയിലും ജീവിക്കുമ്പോൾ ശാസ്ത്രകാരൻ സത്യത്തിലും പരീക്ഷണത്തിലും ജീവിക്കുന്നു. പ്രത്യക്ഷമായോ പരോക്ഷമായോ നമ്മുടെ സാംസ്കാരികമായ വളർച്ചയ്ക്ക് വളം വെച്ച് പോരുന്നത് സാഹിത്യ ഗ്രന്ഥങ്ങളാണെന്ന് സൂക്ഷിച്ചു നോക്കിയാൽ അറിയാവുന്നതാണ്. 2ാമത്തെ അധ്യായം സർ മുഹമ്മദ് ഇക്ബാൽ. ഒരു ആസ്വാദനമാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. അദ്ദേഹത്തെക്കുറിച്ചും അദ്ദേഹത്തിൻ്റെ ദേശീയവാദത്തെക്കുറിച്ചും അദ്ദേഹത്തിൻ്റെ ജീവചരിത്രത്തെക്കുറിച്ചും അതുപോലെ ആ കവിയുടെ ഭാഷയെക്കുറിച്ചുമാണ് ഇതിൽ വിവരിക്കുന്നത്. അധ്യായം 3 കൊണ്ട് ഉദ്ദേശിക്കുന്നത് സുവർണ മേഖലയാണ്. പച്ചപ്പ് പിടിച്ച പ്രകൃതിയാണ് ഇവിടെ സുവർണ മേഖല എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ശ്രീമാൻ VVKയുടെ കവിതകളിലൂടെയാണ് ഈ അധ്യായം കടന്നു പോകുന്നത്. അധ്യായം 4 JD സണ്ടർലാൻഡിനെ കുറിച്ചാണ് പരാമർശിക്കുന്നത്. നമ്മുടെ മാതൃഭൂമിയായ ഭാരതത്തിൻ്റെ സ്വാതന്ത്ര്യത്തിനു വേണ്ടി പൊരുതിയ അദ്വിതീയനായ ഒരു അസാധാരണ വ്യക്തിയാണ് അമേരിക്കക്കാരനായ റവറൻഡ് JD സണ്ടർലാൻഡ്. അടിമക്കച്ചവടത്തിന് കുപ്രസിദ്ധത നേടിയിട്ടുള്ള അമേരിക്കയിലെ നീഗ്രവർഗക്കാർക്ക് വേണ്ടി അദ്ദേഹം പോരാടി. ഇന്ത്യയിലൂടെയും ഈജിപ്തിൻ്റെയും അറബികളുടെയും സ്വാതന്ത്ര്യത്തിനു വേണ്ടി അദ്ദേഹം വാദിച്ചു. 1895 ആണ് നമ്മുടെ കഥാനായകൻ ആദ്യമായി ഇന്ത്യ സന്ദർശിക്കുന്നത്. 5ാം അധ്യായത്തിൽ പറയുന്നത് വള്ളത്തോൾ സാഹിത്യത്തിലെ ശിശുക്കളെക്കുറിച്ചാണ്. മഹാകവി വള്ളത്തോളിൻ്റെ മഹാനുഗ്രഹങ്ങളായ ശിശുക്കളെ എങ്ങനെ സ്പർശിക്കുന്നു എന്ന് നോക്കുകയാണ് ഈ ലേഖനത്തിൽ ഉദ്ദേശം. സാധാരണ ലോകത്തിൽ നിന്ന് വ്യത്യസ്തമായി കുട്ടികളുടെ ലോകത്തിൽ ജീവിച്ചു അവരുടെ വികാരങ്ങളും വിചാരങ്ങളും മനസ്സിലാക്കുന്നതിൽ മഹാകവി വളരെ വിജയമാണ് നേടിയിട്ടുള്ളത്. ശുദ്ധത്തിൽ ശുദ്ധ എന്ന തൻ്റെ കവിതയിലും കുട്ടികളുടെ സ്വഭാവത്തെ സൂക്ഷ്മമായി ചിത്രീകരിച്ചിട്ടുണ്ട്. കിളിക്കൊഞ്ചലിൽ കാണുന്ന സീതയാണ് വള്ളത്തോളിൻ്റെ മറ്റൊരു ശൈശവ ചിത്രം. കവിത മുഴുവനും തന്നെ 5 വയസ്സായ ആ പിഞ്ചു കിടാവിൻ്റെ ലീലാവിശേഷങ്ങൾ ചിത്രീകരിക്കുന്നതാണ്. കിളിക്കൊഞ്ചലിന് തുല്യമായി പറയും നമ്മുടെ സാഹിത്യത്തിലൊന്നുമില്ല. ഏതു മഹാകവിയും അസൂയ ജനിപ്പിക്കാൻ പര്യാപ്തമായ ഒരു അപൂർവ കലാനിർമ്മിതിയാണെന്നതെന്ന് ചുരുക്കി പറഞ്ഞതോടെ ഈ അധ്യായം ഇവിടെ അവസാനിക്കുന്നു. ഈ 5 അധ്യായങ്ങളാണ് ഈ പുസ്തകത്തിൽ പരാമർശിച്ചിട്ടുള്ളത്. എല്ലാവർക്കും നന്ദി.